അതുകൊണ്ട് ഇവിടെ നമുക്കപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാം. ചോദിക്കുവാണെങ്കിൽ സ്കീം എന്താണ്, ബെനിഫിറ്റ് എന്താണ് ഓരോ സ്കീമിൻ്റെയും, ആ ബെനിഫിറ്റ് പഠിക്കുക. ബെനിഫിഷ്യറി ആരാണ് ഓരോ സ്കീമിൻ്റെയും, ആ ബെനിഫിഷ്യറി പഠിക്കുക. പിന്നെ സ്കീമിൻ്റെ പേരും. ഇതാണ് പ്രധാനമായും നമ്മൾ അറിയേണ്ടത് ഓരോ സ്കീമുമായി ബന്ധപ്പെട്ടും. അതുപോലെ തന്നെ സർജറി 40,000 മുകളിലായി 45,000 രൂപയുടെ സർജറി ആണെങ്കിൽ 5,000 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. 40,000 വിൽ ബി കവേർഡ് ഫ്രം നിരാമയ എന്നുള്ളതാണ്. അതുപോലെ പ്രിവെൻറ്റീവ് ഡെൻറ്റിസ്ട്രി, പല്ലിൻ്റെ ദന്തസംബന്ധമായിട്ടുള്ള പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റുകൾക്ക് 4,000 രൂപ വരെയുള്ള കവറേജ് ഇതിനകത്ത് പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സഹകാരി PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ ലൈഫ് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ചോദ്യം എന്തായാലും കിട്ടും ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഒക്കെ വരുന്നുണ്ട്, അതിനകത്തും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, PSC പരീക്ഷയിൽ ഈ ലൈഫ് സയൻസ് സംബന്ധമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടി കൊടുത്ത് നോക്കുന്നൊരു ഏരിയയാണ് ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് മെഷേഴ്സ് വെൽഫെയർ സ്കീംസ് എന്ന് പറയുന്ന മേഖല എന്ന് പറയുമ്പോൾ. സോ ദി ഗവൺമെൻറ് വെൽഫെയർ സ്കീംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു PSC എക്സാം. PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ചിലർ കുട്ടികൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഇപ്പോൾ സാർ ഏതൊക്കെ മേഖലകൾ ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകണം, ഏതൊക്കെ ഏരിയാസ് ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകണം എന്ന് നിർബന്ധം ചോദിക്കാറുണ്ട് കുട്ടികൾ. അങ്ങനെ എനിക്ക് വേണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കി തന്നെ പോയിട്ടുണ്ടാകണമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നൊരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കീംസ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. 100% ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം, 100% പറഞ്ഞുകൂടാ, എന്നാലും ഒരു 99% അല്ലെങ്കിൽ 98% ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം ലൈഫ് സയൻസിന് ചോദിക്കുന്നത് ആണ് നമ്മൾ കഴിഞ്ഞ എല്ലാ പരീക്ഷകളുടെയും ട്രെൻഡ് നോക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് നമ്മുടെ ഹെൽത്ത് സ്കീംസ് അല്ലെങ്കിൽ വെൽഫെയർ സ്കീംസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെൽഫെയർ സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് എല്ലാവർക്കും വൺസ് അഗെയിൻ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വെൽഫെയർ സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഇത് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവിൽ എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒന്ന്, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുന്ന ഏക ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏത് എന്നൊരു ചോദ്യം. പദ്ധതിയാണ്. സുകൃതമാണോ, സ്നേഹസ്പർശമാണോ, താലോലമാണോ, ആർദ്രമാണോ, ഈ എല്ലാ പദ്ധതികളെ പറ്റി നമ്മൾ പഠിക്കും. ചോദ്യത്തിന് ഉത്തരം ഇതിനകത്ത് ഇപ്പോൾ തന്നിട്ടുണ്ട്, ഓപ്ഷൻ D ആണെന്നുള്ളത്. ഇല്ലെങ്കിൽ പോലും നമ്മളിത് അവസാനം ആസ് യൂഷ്വൽ നമ്മളിതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നുണ്ടാവില്ലായിരുന്നു സാധാരണഗതിയിൽ. അത് നിങ്ങൾ അവസാനം നമ്മുടെ ടോപ്പിക്കുകളെല്ലാം പഠിച്ചു കഴിയുമ്പോഴേക്കും ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ മറ്റൊരു ചോദ്യം കാണാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. സാമൂഹ്യ സുരക്ഷാ മിഷനുണ്ട്, സാമൂഹ്യ സുരക്ഷാ മിഷനുണ്ട്, സാമൂഹിക ക്ഷേമ മിഷനുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മിഷനുകൾക്ക് കീഴിലാണ് ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ സെക്യൂരിറ്റി എന്നൊക്കെ പറയും. സാമൂഹിക നീതി വകുപ്പ്, സാമൂഹ്യ അല്ലെങ്കിൽ സാമൂഹിക നീതി മിഷൻ, അതുപോലെ സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നീ പറയുന്ന വ്യത്യസ്തമായ വകുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷ സോഷ്യൽ സെക്യൂരിറ്റി മിഷന് കീഴിൽ വരാത്ത പദ്ധതി എന്നത് തിരിച്ചറിയുക. താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം, കുടുംബശ്രീ. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഉത്തരം ഓപ്ഷൻ D ആണ്. 4. കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു ഹെൽത്ത് റിലേറ്റഡ് സ്കീമിൻ്റെ കീഴിൽ വരുന്നതല്ല എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് അതിനകത്തുനിന്ന് മാറ്റി നിർത്താൻ പറ്റും. എന്തായാലും 4 ഉണ്ടെന്ന് ഉറപ്പാണ്. മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ തന്നെ ആരംഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരെന്തെന്നാണ് അടുത്ത ചോദ്യം. താലോലമാണോ, സ്നേഹപൂർവ്വമാണോ, സ്നേഹസാന്ത്വനമാണോ, സ്നേഹസ്പർശമാണോ എന്നത് ചോദ്യം. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി പദ്ധതികൾ, ഒട്ടനവധി ചോദ്യങ്ങൾ ഈ ഹെൽത്ത് സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. എനിക്കോ സഹകരിക്കൂ എന്നുള്ളതല്ല, നിങ്ങളുടെ ഓർമ്മശക്തിയാണ് ഇവിടുത്തെ കീ കോമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ. സ്കീംസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ 100% ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്തൊന്നും അനലിറ്റിക്കലോ ഒന്നും
ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളതോ ഒരു കാര്യവുമില്ല. ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകൾക്കും പല പേരുകൾ കൊടുക്കും. ചില പേരുകളുടെ കാര്യത്തിൽ ചില സമാനതകൾ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ അസുഖവുമായി ബന്ധപ്പെട്ടൊക്കെ സമാനതകൾ ചില പേരുകൾക്ക് പറയാൻ പറ്റും എന്നുള്ളതല്ലാണ്ട് അതിനുപരി ഈ സ്കീമുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കേവലം നിങ്ങളുടെ ഓർമ്മശക്തിയെ മാത്രം നിങ്ങൾ ആയുധമാക്കി വെച്ചാൽ മതിയാവും. എന്തൊക്കെ സ്കീമുകൾ പഠിക്കണമെന്നുള്ളത് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ സ്കീമുകളെ കൃത്യമായി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% ഈ സ്കീമുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ശരിയുത്തരം എഴുതി പോകാൻ പറ്റും. കാരണം ചോദിക്കുന്ന ചോദ്യം ഈസ് പൂർണ്ണമായും ഫാക്ച്വൽ, അല്ലെങ്കിൽ ഫാക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം എന്ന രീതിയിൽ ചോദിക്കാറുള്ളൂ. കാരണം അത് അങ്ങനെ അല്ലാതെ ഇതിനകത്ത് മറ്റൊരു തലമില്ല ചോദ്യം ചോദിക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്കപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാം. ചോദിക്കുവാണെങ്കിൽ സ്കീം എന്താണ്, ബെനിഫിറ്റ് എന്താണ് ഓരോ സ്കീമിൻ്റെയും, ആ ബെനിഫിറ്റ് പഠിക്കുക. ബെനിഫിഷ്യറി ആരാണ് ഓരോ സ്കീമിൻ്റെയും, ആ ബെനിഫിഷ്യറി പഠിക്കുക. പിന്നെ സ്കീമിൻ്റെ പേരും. ഇതാണ് പ്രധാനമായും നമ്മൾ അറിയേണ്ടത്. ഓരോ സ്കീമുമായി ബന്ധപ്പെട്ടും ഒരു സ്കീം പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ട്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പദ്ധതി, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പദ്ധതിയുടെ പേരെന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ അറിഞ്ഞു പോകണം. പിന്നെ ആകെ വേണ്ടത്, ചിലപ്പോൾ ഞാൻ ഈ തൊട്ട് മുന്നേ കണ്ടതുപോലെ ഇത് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിലാണോ സോഷ്യൽ ജസ്റ്റിസിൻ്റെ കീഴിലാണോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ജനറൽ ധാരണ കൂടി നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായി പൂർണ്ണമായി. ഇതിനപ്പുറം നമുക്കൊന്നും ഇതിനകത്തൊന്നും വേണ്ട. പ്രധാനമായിട്ട് നമ്മൾ പിന്നെ അഡീഷണലി പിന്നെ ആഡ് ഓൺ ആയിട്ട് പഠിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ആ സ്കീം പ്രകാരം എന്തെങ്കിലും ധനസഹായം വരുന്നുണ്ടെങ്കിൽ അത്ര രൂപയുടെ ധനസഹായം പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടി വരുന്നുണ്ട്. അതെന്തായാലും ഒന്ന് പരിഗണിച്ച് വയ്ക്കുക. നമുക്ക് എന്തായാലും ഓരോ സ്കീമായിട്ട് കാണാം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതെല്ലാം ഈ സോഷ്യൽ സെക്യൂരിറ്റി മിഷന് കീഴിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിന് കീഴിൽ തൊട്ട് മുന്നേ ഉള്ള ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങളിലും റെപ്പറ്റേറ്റീവായിട്ട് കണ്ടത് സോഷ്യൽ സെക്യൂരിറ്റി മിഷന് കീഴിലുള്ള പദ്ധതി എന്ന രീതിയിലുള്ള ചോദ്യമാണ്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി സാമൂഹ്യ സുരക്ഷാ വകുപ്പിന് കീഴിലുള്ള പദ്ധതികൾ എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പദ്ധതികളെ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യത്തേത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമാശ്വാസം പദ്ധതി. ഇത് പദ്ധതിയാണ് സമാശ്വാസം സ്കീം. സമാശ്വാസം വളരെ പ്രത്യേകതയുള്ളൊരു പദ്ധതിയാണ്. പ്രത്യേകത എന്നത് ശരിക്കും പറഞ്ഞാൽ എളുപ്പമുള്ളൊരു പദ്ധതിയാണ്. നമ്മൾ ആദ്യം പഠിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, നമ്മളെ പൊതുവേ പണ്ട് എനിക്ക് തോന്നുന്നു ചാണക്യൻ്റെയോ അതോ തെനാലിരാമൻ കഥകളിലോ എവിടെയോ, ചാണക്യൻ്റെ കഥകളിലോ തെനാലിരാമൻ കഥകളിലോ എവിടെയോ ഞാനൊരു കഥ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും വലിയ സുഖം എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം രാജാവ് തൻ്റെ രാജസഭയിൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് കാണുന്നുണ്ട്. രാജ്യസഭയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൂട്ടത്തിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞുവെങ്കിലും അതിൽ ഈ നമ്മുടെ കഥാനായകൻ പറഞ്ഞ അഭിപ്രായം, ഈ ടോയ്ലറ്റിൽ പോകാൻ ഉള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നയാൾ അത് പോകാൻ പറ്റാണ്ട് അവസാനം ഇത് പോകിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു നിർവൃതിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിർവൃതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു പ്രവർത്തനം അത് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് എന്നത് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം രാജാവ് പുച്ഛിച്ചു, അല്ലെങ്കിൽ കളിയാക്കി, മറ്റുള്ളവരെ പോലെ തന്നെ എഴുതി തള്ളി. പിന്നീട് ഇത് മനസ്സിലാക്കി രാജാവിന് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മറ്റെന്ത് സുഖത്തെക്കാളും അല്ലെങ്കിൽ എന്ത് ആശ്വാസത്തെക്കാളും വലുത് ഈ ഒരു ആശ്വാസമാണ് എന്നത് രാജാവിന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന രീതിയിൽ രാജാവിന് എന്താ പറയുക, ഒന്ന് യൂറിനേറ്റ് ചെയ്യാൻ പോകേണ്ട സാഹചര്യത്തിൽ രാജാവിനെ പോകാൻ അനുവദിക്കാണ്ട് ഉള്ള പരിപാടികൾ കാട്ടിക്കൂട്ടിയൊക്കെ വയ്ക്കും. അങ്ങനെ വല്ലാണ്ട് തത്രപ്പാട് പെട്ട് അവസാനം ടോയ്ലറ്റിലേക്കുള്ള ആക്സസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പല അബദ്ധവശാൽ എന്ന രീതിയിൽ രാജാവിന് ഈ ആക്സസ് ആരും എന്താ പറയുക നമുക്കറിയാം എതിർക്കില്ല. പക്ഷേ അത് അപകടങ്ങളിലൂടെ എന്ന രീതിയിൽ എതിർപ്പ് അവിടെ നിലനിർത്തി അദ്ദേഹം എങ്ങനെയോ അതിനൊക്കെ ടോയ്ലറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റി കുറച്ച് നേരം പിടിച്ച് നിൽക്കേണ്ടി വന്നു രാജാവിന്. അതിന് ശേഷമാണ് രാജാവിന് ടോയ്ലറ്റിൽ പോയിട്ട് വരാൻ പറ്റിയത്. അങ്ങനെ പോയി വന്നതിന് ശേഷം രാജാവ് അംഗീകരിക്കുന്നുണ്ട് ഏറ്റവും വലിയ ആശ്വാസം ഇത് തന്നെയാണ് എന്ന്. അപ്പോൾ യൂറിനേറ്റ് ചെയ്ത് വന്ന രാജാവിന് അനുഭവപ്പെട്ട ആശ്വാസം മറ്റുള്ള ആൾക്കാർക്കും ഉണ്ടാകണം എന്നതുപോലെ ഗവൺമെൻറ് സോഷ്യൽ സെക്യൂരിറ്റി മിഷന് കീഴിൽ ആവിഷ്കരിക്കുന്ന ഈ സമാശ്വാസം പദ്ധതി യൂറിൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ഓർഗൻ ഏതാ മക്കളെ? ഏതാണ്? കിഡ്നിയാണ്. അപ്പോൾ സമാശ്വാസം പദ്ധതി കിഡ്നി പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓർഗനായ കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കും. ഇനി നിങ്ങളിതെന്തായാലും മറക്കാൻ പോകുന്നില്ല.
സോ ഇങ്ങനെ ചില പദ്ധതികൾക്ക് നമുക്ക് ചില കണക്ഷൻസ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതല്ലാണ്ട് എല്ലാത്തിൻ്റെയും കാര്യത്തിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. നിങ്ങൾ പഠിച്ചു പോകേണ്ടി തന്നെ വരും. സോ എന്താ സമാശ്വാസം പദ്ധതി? ദ സ്കീം ഈസ് മെൻറ്റ് ഫോർ കിഡ്നി പേഷ്യൻസ് ബിലോങ്ങിങ് ടു BPL ഫാമിലീസ്. കിഡ്നി പേഷ്യൻസിനാണ്, എവിടെയുള്ള BPL കാറ്റഗറിയിലുള്ള കിഡ്നി പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമ്മുടെ സമാശ്വാസം പദ്ധതി. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തോണം, ഇത് എല്ലാ ആൾക്കാർക്കും കിട്ടുമോ? കിഡ്നി പേഷ്യൻ്റ് ആയാൽ മാത്രം മതിയോ? പോരാ, അവൻ പോവർട്ടി ലെവലിന് താഴെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പോവർട്ടി ലെവൽ എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നില്ല പ്രത്യേകം വെൻ ഇറ്റ് കംസ് ടു ഫുഡ് സെക്യൂരിറ്റി. ഓക്കെ, ധാന്യങ്ങളുടെ എന്താ പറയുക അലോക്കേഷൻ്റെ കാര്യത്തിൽ അത് പറയുന്നില്ലെങ്കിൽ പോലും ഒന്ന് ആലോചിച്ചിരുന്നാൽ മതി. ഇവിടെ നമ്മുടെ സ്കീം പ്രകാരം അത് പറയുന്നുണ്ട്. ബിലോ പോവർട്ടി ലൈനാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരുടെ കാര്യത്തിലാണിത് ആപ്ലിക്കബിൾ ആവുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളാണ് എന്നത് മാത്രം പോരാ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹൂ ആർ അണ്ടർഗോയിങ് ഡയാലിസിസ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത്. മാസത്തിൽ ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് എന്തിന് വിധേയമാകുന്നവരായിരിക്കണം? ഡയാലിസിസിന് വിധേയമാകുന്നവരായിരിക്കണം. അപ്പോൾ എന്താ പറയുന്നത്? സമാശ്വാസം പദ്ധതി എന്നത് BPL ഫാമിലികളിലുള്ള പ്രതിമാസം ഒരു തവണയെങ്കിലും ഡയാലിസിസ് എന്ന പ്രോസസ്സിന് വിധേയമാകുന്ന ആൾക്കാർക്ക്, കിഡ്നി പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. Those who are availing any other financial assistance under any government scheme are also eligible for this scheme. സമാശ്വാസം പദ്ധതിയുടെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ സ്കീമുകൾക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. മിക്കവാറും പല സ്കീമുകളും മറ്റെന്തെങ്കിലും സ്കീമിൻ്റെയോ മറ്റെന്തെങ്കിലും ബെനിഫിറ്റോ ഗവൺമെൻറ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നേടുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബെനിഫിഷ്യറി ആണെങ്കിൽ, ഗുണഭോക്താവാണെങ്കിൽ അവർക്ക് പലപ്പോഴും മറ്റു പല പദ്ധതികൾക്കും ഉള്ള എൻറോൾമെൻറ്റ് നിഷേധിക്കപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ BPL കാറ്റഗറിയിലായതുകൊണ്ടാണോ, ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻ്റ് ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല, മറ്റെന്തെങ്കിലും ഗവൺമെൻറ് പദ്ധതി മുഖാന്തരം ഫിനാൻഷ്യലോ അല്ലാതെയോ ഉള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നേടുന്ന വ്യക്തികളാണെങ്കിൽ പോലും സമാശ്വാസം പദ്ധതി മുഖാന്തരം എന്ത് ചെയ്യാൻ സാധിക്കും? ആ ബെനിഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് സമാശ്വാസം പദ്ധതിയുടെ ബെനിഫിറ്റ്? പ്രതിമാസം 1100 രൂപയുടെ ഒരു ധനസഹായം പേഷ്യൻസിന് കിട്ടുന്നു എന്നുള്ളതാണ്. പിടികിട്ടുന്നുണ്ടോ? നിർബന്ധമായിട്ടും വേണ്ട ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാനാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയമാകണം പ്രതിമാസം. അദ്ദേഹം BPL കാറ്റഗറിയിലുള്ളൊരു വ്യക്തി ആയിരിക്കണം. മാത്രമല്ല നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് എന്ത് വേണം? ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് ഉള്ള വ്യക്തി മാത്രമായിരിക്കണം ഇതിന് എലിജിബിൾ ആവുക. അല്ലാണ്ട് മറ്റെന്തെങ്കിലും പദ്ധതിയിൽ അംഗമാണെങ്കിൽ സമാശ്വാസം പദ്ധതി വഴി അദ്ദേഹത്തിന് ബെനിഫിറ്റ് കിട്ടത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കിട്ടും. ക്ലിയർ ആണേ? അടുത്തതിലേക്ക് പോകാം നമുക്ക്. അടുത്ത പദ്ധതി നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അപ്പോൾ ആദ്യത്തേത് വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതിയാവും. അടുത്തത് രണ്ടാമത്തേത് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അപ്പോൾ ഇത് പേര് തന്നെ ഉണ്ട്, പറയുന്നുണ്ട്. ഇതെന്താണ്? ഇതൊരു ഇൻഷുറൻസ് പരിരക്ഷയാണ്. ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് ആണ് ഈ നിരാമയ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. പേര് തന്നെ ഉണ്ട്, അത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സ്കീം എന്ന് നോക്കാം, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കീം നിലവിൽ വന്നിരിക്കുന്നത് നോക്കാം. The scheme is designed for persons with disabilities under the National Trust Act of 1999. അപ്പോൾ എന്താ സംഭവം? അതായത് അംഗപരിമിതരുള്ള അല്ലെങ്കിൽ ദിവ്യാംഗരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് നമ്മുടെ നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയാം. Through this particular scheme, the beneficiaries can avail an insurance coverage up to ₹1 lakh and it would be renewed every year. അപ്പോൾ ഈ ഒരു നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി വഴി ഒരു അംഗപരിമിതർക്ക് അല്ലെങ്കിൽ ഒരു ദിവ്യാംഗർക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് കവറേജ്, പരിരക്ഷ എന്നത് പരമാവധി എത്ര രൂപയാണെന്ന് പറയുന്നു? 1 ലക്ഷം രൂപയാണ് എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ഈ പറയുന്ന പെട്ടെന്ന് വൈദ്യുതം എന്ന വാക്ക് കയറി വരുന്നുണ്ട്. വൈദ്യപരിശോധനകൾക്കും ആശുപത്രി ചിലവുകൾക്കുമൊക്കെ കാര്യമായൊരു പനി വന്നു കഴിഞ്ഞാൽ തന്നെ 1 ലക്ഷം രൂപ അവിടെ തീരുന്ന സാഹചര്യം കാണാൻ പറ്റും, അഡ്മിറ്റ് ആവുകയാണെങ്കിൽ, നിമോണിയോ അങ്ങനെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പല അസുഖങ്ങളുടെയും കാര്യത്തിൽ 1 ലക്ഷം രൂപ എന്ന കവറേജ് തീർത്തും അപ്രാപ്യമായിരിക്കും. പക്ഷേ നമ്മൾ നിരാമയ പദ്ധതി വഴി കിട്ടുന്നത് 1 ലക്ഷം രൂപയുടെ കവറേജാണ്, ഉള്ളതാകട്ടെ. To enroll in this particular scheme, the beneficiary should pay an amount of ₹500 for APL category and ₹250 those who are belonging to BPL category as premium amount.
അപ്പോൾ നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് നേടിയെടുക്കുന്നതിന് നമുക്ക് പ്രീമിയം അടയ്ക്കണം എന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ മാസവും എന്നുള്ളതല്ല, ഇയർലി പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. ആ പ്രീമിയം എമൗണ്ട് എത്രയാണ്? പക്ഷേ കുറവാണ്. 500 രൂപയാണ് APL കാറ്റഗറിയിലുള്ള ആൾക്കാർ പ്രീമിയമായി കൊടുക്കേണ്ടത്. 250 രൂപയാണ് BPL കാറ്റഗറിക്കാർ തുടക്കത്തിൽ ഈ ഒരു പദ്ധതിയിൽ നിങ്ങൾ എൻറോൾ ആകുന്ന സമയത്ത് കൊടുക്കേണ്ടി വരുന്ന പ്രീമിയം എമൗണ്ട്. എന്നാൽ ഇത് പിന്നെയും വർഷാവർഷം റിന്യൂ ചെയ്യപ്പെടും എന്ന് ഓൾറെഡി പറഞ്ഞു. റിന്യൂഡ് എവറി ഇയർ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വർഷവും പുതുക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ചെറിയൊരു തുക അടച്ച് പ്രീമിയം അടച്ച് തന്നെ പുതുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു പ്രീമിയം ലെസ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമൊന്നും അല്ല. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇവർക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്? പ്രീമിയം കൊടുക്കേണ്ടതുണ്ട്, പക്ഷേ ചെറിയൊരു തുകയാണെന്ന് മാത്രം. അപ്പോൾ ഈ ഓരോ അപ്പോൾ തുടക്കത്തിൽ APL കാറ്റഗറിയിലുള്ളവർ 500 രൂപയും BPL കാറ്റഗറിയിലുള്ളവർ 250 രൂപയും കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രീമിയത്തിൽ അംഗമാകുന്നു. ശേഷമുള്ള ഓരോ വർഷത്തിലും ഈ പ്രീമിയം ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതുക്കുന്നതിനായി APL കാറ്റഗറിയിലുള്ള ഒരു 250 രൂപയും BPL കാറ്റഗറിയിലെ ആൾക്കാർ 50 രൂപയും എന്ന രീതിയിൽ പ്രീമിയമായി കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പ്രീമിയമായി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. ക്ലിയർ ആണേ? നോക്കാം അടുത്തത്. എലിജിബിലിറ്റി എന്താ? നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ അംഗമാകണമെങ്കിലുള്ള എലിജിബിലിറ്റി ഒന്നുമില്ല, സിമ്പിളാണ്. നിങ്ങൾ അംഗപരിമിതരാണ് എന്ന സർട്ടിഫിക്കറ്റ് വേണം. അതായത് ഓൾ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അണ്ടർ ദി നാഷണൽ ട്രസ്റ്റ് ആക്ട് വിത്ത് എ വാലിഡ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആർ എലിജിബിൾ. എന്താണ്? ഒരു വാലിഡ് ആയിട്ടുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ളൊരു ദിവ്യാംഗ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തിന് എലിജിബിളാണ്? ഈ ഒരു നിരാമയ പദ്ധതി വഴി ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് നിങ്ങൾ അർഹനാണെന്ന് പറയാം. പ്രത്യേകിച്ച് പ്രീ മെഡിക്കൽ ചെക്കപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ഇൻഷുറൻസിന്. അതിപ്പോൾ ഒന്നിനുമില്ല. പ്രത്യേകിച്ച് പറഞ്ഞാൽ പ്രൈവറ്റായിട്ട് നമ്മൾ പോയി ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കുവാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് എന്ത് വരുന്നില്ല. പ്രീ മെഡിക്കൽ ചെക്കപ്പുകളും മറ്റൊന്നും നിലവിലെ സാഹചര്യത്തിൽ വരുന്നില്ല. ബിക്കോസ് മെഡിക്കൽ സെക്ടർ അഡ്വാൻസ്ഡ് ആണ്. ഇന്നിപ്പോൾ നമുക്ക് എന്തെങ്കിലും മുൻപുള്ളൊരു രോഗം കാരണം വന്ന രോഗമാണോ ഇല്ലയോ എന്നുള്ള ഡോക്ടർ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ നേരത്തെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കരുതിയാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൽനെസ്സുകൾക്ക് എന്ത് കിട്ടില്ല? മെഡിക്കൽ കവറേജ് കിട്ടില്ല നമുക്കറിയാം ഇൻഷുറൻസ്. അല്ലെങ്കിൽ അതിന് അത്ര കണ്ട് കൂടുതൽ പ്രീമിയം ഒക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോഴേ ചെയ്യേണ്ടതാണ്. എനിഹാവ് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ഇവിടെയും എന്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് പറയുന്നു. പ്രീ മെഡിക്കൽ ചെക്കപ്പിൻ്റെ ഒന്നും കാര്യം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. 10-25 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ദയവേത് 25 കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും പറഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ സെൽഫ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള നിങ്ങൾ സ്വയം കാലിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പരമാവധി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് എടുക്കുന്നതിന് പരമാവധി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രതിമാസം 500 രൂപ കൊടുത്താൽ ഒരു വർഷം 6000 രൂപയായി. ആ രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് 2 പേർക്കുള്ള ഇൻഷുറൻസൊക്കെ വേണമെങ്കിൽ സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മാസം 500 രൂപയുടെ ചിലവാണ്. നമ്മൾ ഒരു ദിവസം മന്തി കഴിക്കുന്ന കാശേ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം മന്തി കഴിക്കുന്ന കാശേ ആവുന്നുള്ളൂ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിന് വേണ്ടിയൊക്കെ നമ്മൾ എത്രയോ കാശ് ചിലവാക്കുന്നുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷകൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിന് ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യകത വന്നു പോയാൽ പിന്നെ കുടുംബം, വീടും പറമ്പും ഒക്കെ പണയപ്പെടുത്തലും ഉള്ള സമ്പാദ്യം മുഴുവൻ വിറ്റഴിക്കലും ഒക്കെ അല്ലാണ്ട്, അല്ലെങ്കിൽ കടം മേടിക്കലും നാട്ടുകാരോട് യാചിക്കലും അല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ലാതെ വന്നു പോകും. അപ്പോൾ പലരും പണ്ടാരോ പറഞ്ഞ പോലെ ഇന്ത്യൻസ് ആർ ജസ്റ്റ് എ ഹോസ്പിറ്റലൈസേഷൻ അവേ ഫ്രം ബാങ്ക്രപ്സി എന്നാരോ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാരൊരു ഹോസ്പിറ്റലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ കടത്തിലാകും എന്ന് പറയുന്ന ഒരു ഗതിയാണ്. നമുക്കറിയാം, അത്ര കണ്ട് ചിലവുള്ള പരിപാടികളുമാണ്. ആശുപത്രി ചിലവെന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല. എന്നതുകൊണ്ട് നേരത്തെ കണ്ട് ഇൻഫോർമേറ്റീവായിട്ട് ഇത്തരത്തിൽ ലോജിക്കലായിട്ടുള്ള ഡിസിഷൻസൊക്കെ എടുത്തു വെക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകും. അല്ലാണ്ട് ഈ തീരുമാനങ്ങളൊന്നും എടുക്കാണ്ട്, ആരോഗ്യ പരിരക്ഷകളോ ഇൻഷുറൻസുകളോ ഒന്നും എടുക്കാണ്ട്, എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് മറ്റുള്ളവരോട് പോയി കാശ് ചോദിച്ചിട്ട് കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പം കരങ്ങിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്ന നല്ലത്. അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന കാശ് ഒരു നഷ്ടമാണെന്ന് ഒരിക്കലും കരുതരുത്. അയ്യോ, ഇൻഷുറൻസിന് കാശ് കൊടുത്തിട്ട് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ നഷ്ടമല്ലേ എന്ന് പലരും ചിന്തിക്കുന്നതിനെ പറ്റി എനിക്കറിയാം. ജനറലി നമ്മളും ചിന്തിച്ചു തോന്നിയാൽ, എടാ നമ്മുടെ കാറും ബൈക്കും ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിന് ഇൻഷുറൻസ് എടുക്കുന്നില്ലേ എന്ന് കരുതി കാറും ബൈക്കിനും അപകടം സംഭവിക്കണം നമ്മൾ ആഗ്രഹിക്കുമോ? ഇല്ല. അപകടം സംഭവിച്ചാലും അത് നിർബന്ധമായതുകൊണ്ട് നമ്മൾ എടുക്കുന്നതാണ്. ഇത് നിർബന്ധമല്ലാത്തതുകൊണ്ട്, അതായത് കാറിൻ്റെയും ബൈക്കിനും അപകടം പറ്റിയാൽ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ കാശ് കൊടുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുക്കുന്ന നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിരക്ഷയ്ക്കുള്ള ഇൻഷുറൻസ് എടുക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര ബാലിശമാണ്, എത്ര അല്ലേ മണ്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന. ആലോചിച്ച് നോക്കി. സർക്കാർ സർവീസുകളിലുള്ളവർക്ക് മെഡിസപ്പ് ഉണ്ടെങ്കിലും അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. മെഡിസപ്പിനൊന്നും വലിയ ഗുണമൊന്നും ഉള്ളതായിട്ട് നമ്മൾ നാളിതുവരെയുള്ള എക്സ്പീരിയൻസസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും
മറ്റ് ഇൻഷുറൻസുകളൊക്കെ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർ പരമാവധി ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കുക. കുറഞ്ഞ പ്രായങ്ങളിൽ എടുക്കുകയാണെങ്കിൽ പ്രീമിയമൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കും അല്ലേ. കൂടുതൽ സമയത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ നമ്മൾ കാശ് കൊടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ട് വളരെ ഉചിതമായിട്ടുള്ള തീരുമാനം, വളരെ വൈസായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൈസ് ഡിസിഷൻസ് ഭാവിയിൽ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, പണക്കാർ പണം ഉണ്ടാക്കി അവർ വലിയ കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നു, പാവപ്പെട്ടവൻ എന്തെങ്കിലും വന്നാൽ വന്നു. പാവപ്പെട്ടവനായാലും അത് പണക്കാരനായാലും അത് നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ഉണ്ടാവണം മണി മാനേജ് ചെയ്യാനും ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാനും ഒക്കെ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് കാര്യങ്ങളെ കയ്യിൽ നിർത്താൻ തന്നെ സാധിക്കും. വലിയ ടെൻഷനുകളില്ലാണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ശരി പോട്ടെ. അപ്പോൾ ദാറ്റ് ബീയിങ് സെറ്റ്, ഈ ഇൻഷുറൻസിൻ്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കാം. കവറേജസും കൂടി ഒന്ന് നോക്കുക. ഹോസ്പിറ്റലൈസേഷൻ, കറക്റ്റീവ് സർജറീസും മറ്റ് സർജറികൾക്കും എല്ലാം കൂടിയായിട്ട് ഒരു 40,000 രൂപയുടെ കവറേജ് ഇതിനകത്ത് വരുന്നുണ്ട്. നോൺ സർജിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആയിട്ട് ഒരു 10,000 രൂപ ഇതിനകത്ത് കിട്ടും. അപ്പോൾ പരമാവധി ഈ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും ഈ 1 ലക്ഷത്തിൽ ക്യാപ്പിംഗ് ഉണ്ട്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സർജറിക്കായി അല്ലെങ്കിൽ കറക്റ്റീവ് സർജറി ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, സർജറികൾക്കായി നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം എമൗണ്ട് 40,000 രൂപയാണ്. നോൺ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ നോൺ സർജിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരമാവധി തരുന്ന എമൗണ്ട് 15,000 രൂപയാണ്. ഉദാഹരണത്തിന് റൂം റെൻറ്റ് അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ വരാം. OPD ഇതിനകത്ത് കവേർഡ് ആണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഔട്ട് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് കവേർഡ് ആണ്. പക്ഷേ പരമാവധി ഇത്ര രൂപ 15,000 രൂപ വരെയുള്ള OP ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻസ്, പാത്തോളജി എന്ന് പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പാത്തോളജി, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, സ്കാനിങ്, ഇതെല്ലാം ഇതിനകത്ത് കവർ ചെയ്യപ്പെടുന്നുണ്ടാവും. ആ കവറേജ് എല്ലാം കൂടി ഒരു 15,000 രൂപയുടെ കവറേജ് വരും. അതിന് കൂടുതലായി നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ സർജറി 40,000 മുകളിലായി 45,000 രൂപയുടെ സർജറി ആണെങ്കിൽ 5,000 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. 40,000 വിൽ ബി കവേർഡ് ഫ്രം നിരാമയ എന്നുള്ളതാണ്. അതുപോലെ പ്രിവെൻറ്റീവ് ഡെൻറ്റിസ്ട്രി, പല്ലിൻ്റെ ദന്തസംബന്ധമായിട്ടുള്ള പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റുകൾക്ക് 4,000 രൂപ വരെയുള്ള കവറേജും ഇതിനകത്ത് പറയുന്നുണ്ട്. നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും തെറാപ്പികൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിലവിൽ നിങ്ങളുടെ ഡിസബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെയുള്ള സർജറികളോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഓൺഗോയിങ് തെറാപ്പികൾക്ക് പരമാവധി 20,000 രൂപ വരെയുള്ള കവറേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു ബെനിഫിറ്റാണ്. ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളും ഈ ഓൺഗോയിങ് തെറാപ്പികൾക്ക് അങ്ങനെ ഇങ്ങനെ കാശ് കൊടുക്കലില്ല, അല്ലെങ്കിൽ അതിന് പ്രീമിയം നമ്മൾ കൂടുതൽ അടയ്ക്കേണ്ടി വരും. ഇവിടെ വളരെ തുച്ഛമായ, വളരെ കുറഞ്ഞൊരു പ്രീമിയത്തിൽ ഓൺഗോയിങ് തെറാപ്പികൾ ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബെനിഫിഷ്യലാണ്. 20,000 രൂപ വരെയുള്ള തെറാപ്പി നിങ്ങൾക്ക് ഇത് മാത്രം എടുത്താലും ഗുണമാണ്. 500 രൂപ PAPL കാറ്റഗറി ആണെന്നിരിക്കട്ടെ, മാക്സിമം നിങ്ങൾക്ക് ആവുന്ന ചിലവ് ആദ്യം 500 പിന്നീട് 250 രൂപയാണ്. അപ്പോൾ 250 രൂപ പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20,000 രൂപ വരെയുള്ള കറക്റ്റീവ് സർജറി ചുമ്മാ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് എന്തായാലും 19,950 രൂപയുടെ ലാഭം നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പദ്ധതി തന്നെയാണ്. മാത്രമല്ല ആയുർവേദിക് ട്രീറ്റ്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതിക് മെഡിസിൻസിനൊക്കെ ഒരു 4,000 രൂപ കവറേജ് വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പല ഇൻഷുറൻസുകൾ പോലും ആയുർവേദം കിട്ടൂല, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കിട്ടത്തില്ല, ഇത്ര ശതമാനം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 2,000 രൂപയും നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം ഇൻഷുറൻസിലും കവർ ചെയ്യും. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടും. ആംബുലൻസിൻ്റെ ചാർജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആംബുലൻസ് അല്ല വിളിക്കുന്നതെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് വേണമെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് എടുക്കാറില്ലാണ്. പൊതുവെ അതാരും അങ്ങനെ ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അടുത്തത് ക്യാൻസർ സുരക്ഷ. ഇതാണ് ക്യാൻസർ സുരക്ഷ. പേരിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ക്യാൻസർ സുരക്ഷ എന്നത് ക്യാൻസർ എന്ന അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പദ്ധതി ആയിരിക്കണമല്ലോ. So recognizing the urgent need to extend a financial support to cancer victims from families who are too poor to afford treatment. ഇവിടെയും അതുപോലെ തന്നെ വളരെയധികം ദരിദ്രരായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരുടെ ക്യാൻസർ പരിരക്ഷയ്ക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. Launched on November 1, 2008 for children below the age of 18 who suffer from cancer and belong to such families. ഇത്തരത്തിൽ പാവപ്പെട്ട കുടുംബങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളിൽ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 2008 മുതൽ ക്യാൻസർ സുരക്ഷയായി, ക്യാൻസർ പരിരക്ഷയ്ക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണത്. The ceiling of expenditure per child would be initially ₹50,000. രജിസ്റ്റേർഡ് പേഷ്യൻസ് വുഡ് 50,000 രൂപയാണ് മാക്സിമം ആയിട്ട് ക്യാൻസർ സുരക്ഷയ്ക്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ ക്യാൻസർ പരിരക്ഷയ്ക്ക് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് അവൈൽ ചെയ്യാൻ പറ്റുക. മാക്സിമം 50,000 രൂപ. So registered patients would be provided treatment free of cost at designated hospitals. On further verification, if it is found that any registered patient is ineligible, അതായത് ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ കുട്ടികൾക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്.
ഇൻ കേസ് പിന്നീട് എപ്പോഴെങ്കിലും അവരിതിന് എലിജിബിൾ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് കാശ് എടുക്കുന്ന പരിപാടിയൊന്നും അല്ല, അതിനുശേഷമുള്ള ട്രീറ്റ്മെൻറ്റുകൾ മൊത്തത്തിൽ അങ്ങ് നിർത്തും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ക്യാൻസർ സുരക്ഷ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ചെറുതായിട്ട് നോക്കിപ്പോയി വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ ഇസ് താലോലം. താലോലം മുമ്പ് പേര് തന്നെ ഉണ്ട്. താലോലിക്കുന്നത് ആരെയാണ്? നമ്മൾ ആരെയാണ് താലോലിക്കുന്നത്? ഈ വയസ്സായവരെയും എന്നെപ്പോലെ പ്രായമുള്ളവരെയും ഒക്കെ ആരെങ്കിലും താലോലിക്കാൻ വരുമോ? ഇല്ല. താലോലിക്കുന്ന ആരെയാണ്? കുഞ്ഞുങ്ങളെയാണ് അല്ലേ. അപ്പോൾ ഇൻഫൻസിനെ, കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ഇൻഫൻ്റ് എന്ന് പറഞ്ഞുകൂടാ, 18 വയസ്സിൽ താഴെയുള്ളവരെല്ലാം നമ്മൾ കുട്ടികളായിട്ട് പരിഗണിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള, അപ്പോൾ താലോലിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? കുട്ടികൾ. അപ്പോൾ ബെനിഫിഷ്യറി ആരെയാണെന്നുള്ളതിനകത്ത് വ്യക്തമാണ്. താലോലത്തിൽ ബെനിഫിഷ്യറി കുട്ടികളാണ്. The scheme aims to provide free treatment to the children below age of 18 who are suffering from kidney disease, CVD, cardiovascular diseases, cerebral palsy, brittle bone disease, hemophilia, thalassemia, sickle cell anemia, orthopedic deformities and other neurodevelopmental disabilities, congenital anomalies and accident causes which needs surgery. അപ്പോൾ ഒട്ടനവധി പിന്നെ മേഖലകൾ ഇവിടെ കവേർഡാണ് അല്ലേ. ഒരു അപകടം പറ്റി അതിന് വേണ്ടിയിട്ടൊരു ശസ്ത്രക്രിയ നേടേണ്ടി വരുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ആയിക്കോട്ടെ, ജന്മനാ ഉള്ള വൈകല്യങ്ങളായിക്കോട്ടെ, അതാണ് കോൺജനൈറ്റൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ജന്മനാ ഉള്ള പിന്നെ അബ്നോർമാലിറ്റീസ് ആയിക്കോട്ടെ, ന്യൂറോ ഡെവലപ്മെൻറ്റൽ, ബുദ്ധി വളർച്ചയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഞരമ്പിൻ്റെ വളർച്ച, അല്ലെങ്കിൽ ന്യൂറോ മീൻസ് നെർവ് സെൽസിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മെൻ്റലി ഉള്ള ഇഷ്യൂ ആണ് ആയിക്കൊള്ളട്ടെ, സിക്കിൾ സെൽ അനീമിയ, ഓർത്തോപെഡിക് ഡിഫോമിറ്റി, തലാസമിയ, അങ്ങനെ ഇഷ്ടം മാതിരിയുള്ള അസുഖങ്ങൾ, കാർഡിയോവാസ്കുലാർ ഡിസീസ്, ഓക്കെ, ഹൃദയ സംബന്ധമായ, കിഡ്നി സംബന്ധമായ, ബുദ്ധി സംബന്ധമായ ഒക്കെ വരുന്ന, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത ഹീമോഫീലിയ എന്ന അവസ്ഥയായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ബ്രിട്ടിൽ ബോൺ ഡിസീസ്, എല്ല് പൊട്ടിപ്പോകുന്ന, ബോൺ ഡെൻസിറ്റി വളരെയധികം കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ഒക്കെയുള്ള നിരവധിയായ അസുഖങ്ങളുടെയൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. 2010 ജനുവരി 1 മുതൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണ് താലോലം എന്ന് പറയുന്നത്. താലോലം സ്കീം പ്രകാരം 50,000 രൂപയാണ് ഈ ഒരു പദ്ധതി പ്രകാരം കുട്ടികൾക്ക്, അല്ലെങ്കിൽ കുട്ടികളുടെ പാരൻസിന് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. താലോലം പദ്ധതി. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച സ്കീമുകളെ പറ്റിയിട്ടുള്ള ഈ ബേസിക് ആയിട്ടുള്ള ഓവറോൾ അവയർനെസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുവാണ്. പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ഓർത്തു വയ്ക്കാനും കൂടി പരമാവധി ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യത്തെ മനസ്സിലായിട്ടുണ്ട്. അതിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി അടുത്തൊരു സെഷനിൽ കാണാം. അത് കഴിഞ്ഞ് പാർട്ട് 2-ൽ കൂടുതൽ വിശദാംശങ്ങൾ സ്കീമുകളുമായി ബന്ധപ്പെട്ട് പഠിക്കാം. താങ്ക് യു സോ മച്ച്.